അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി കൊണ്ടുള്ള ഒരു ചർച്ചയാണ് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സഹോദരി പാലക്കാടുള്ള ഒരു സഹോദരിയാണ്. 2009 യമനിലേക്ക് ജോലി ആവശ്യാർത്ഥം പോവുകയും അവിടെ വെച്ച് തിരിച്ച് നാട്ടിലേക്ക് വന്നു. ആ സ്ത്രീയുടെ വിവാഹം കഴിഞ്ഞു, അവർക്കൊരു കുഞ്ഞുണ്ടാകുന്നു. ഈ കുഞ്ഞിനെ മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് തിരിച്ച് പാലക്കാട്ടുള്ള നാട്ടിലേക്ക് വരികയും തിരിച്ചു പോകുന്ന സമയത്ത് തൻ്റെ ഭർത്താവിനെ കൂടെ കൊണ്ടുപോകാൻ കഴിയാതെ വരികയും അവിടെ വെച്ചുകൊണ്ട് ഒരു യമൻ പൗരനുമായിട്ട് സൗഹൃദത്തിലാവുകയും അദ്ദേഹത്തിൻ്റെ സ്പോൺസർഷിപ്പിൽ അവിടെ ഒരു സ്ഥാപനം തുടങ്ങുകയും പിന്നീട് തൻ്റെ ഭർത്താവ് കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ നിന്ന്, യമൻ പൗരനിൽ നിന്ന് വളരെ മോശം പെരുമാറ്റം സ്ത്രീക്കുണ്ടാവുകയും അത് പിന്നീട് കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തതുമാണ് നമ്മൾ വാർത്താ മീഡിയകളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യമാണ്. അങ്ങനെ പിന്നീടാണ് യമൻ കോടതി ഈ സ്ത്രീ ചെയ്തിട്ടുള്ള ക്രൂരമായ കൊലകൃത്യങ്ങളും കുറ്റങ്ങളൊക്കെ കണ്ടെത്തുകയും തെളിവ് സഹിതം കണ്ടെത്തുകയും ഈ സ്ത്രീക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. സത്യത്തിൽ ഇത്രയും വലിയ ക്രൂരമായ ഒരു കൊലപാതകം ഈ സ്ത്രീ ചെയ്തിട്ടുണ്ട് എന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ അറിഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്ത്രീയെ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിബന്ധം ഉപയോഗിച്ചുകൊണ്ട് യമനിലുള്ള വലിയൊരു സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഉമർ ബിൻ ഹഫീലുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, ആ ഒരു ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്തുകൊണ്ട് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ട ശ്രമങ്ങൾ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ പല ആളുകളും ഇന്ന് രംഗത്ത് വരുന്നുണ്ട്. ഇത്രയും ക്രൂരമായ കൃത്യം ചെയ്തുകൊണ്ട്, അഥവാ നമ്മൾ കേട്ട വാർത്തകളൊക്കെ ശരിയാണെങ്കിൽ ഈ സ്ത്രീ ഈ പറയപ്പെട്ട യമൻ പൗരനെ കൊല്ലുകയും 100ഓളം കഷ്ണങ്ങളാക്കി പെട്ടിയിലാക്കിക്കൊണ്ട് മൃതദേഹം സൂക്ഷിക്കുകയും പിന്നീട് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ ഒരു അസഹ്യമായ നാറ്റം അനുഭവപ്പെടുകയും പിന്നീട് ബോഡി കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് വലിയൊരു ക്രൂരമായ കൃത്യം തന്നെയാണ്. ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം ചെയ്ത ആളിനെയാണോ, വ്യക്തിയെയാണോ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടേണ്ട ശിക്ഷയിൽ നിന്നും മോചിപ്പിച്ച് ഇത്രയും ക്രിമിനലുകൾക്കാണോ സംരക്ഷണം കൊടുക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള പല അപവാദ പ്രചരണങ്ങളും ഇന്നും സോഷ്യൽ മീഡിയ സജീവമായി കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇവർ ചെയ്തത് വലിയൊരു ക്രൂരമായ കൊലപാതകം തന്നെയാണ്, വാർത്തകൾ ശരിയാണെങ്കിൽ. പക്ഷേ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ പരിപാടിയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞു, ഈ യമൻ എന്ന് പറയുന്ന രാജ്യം ഇസ്ലാമിക നിയമങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ നിയമങ്ങൾ പ്രധാനമായും 2 രൂപത്തിലാണ്. ഒന്ന് വിശ്വാസപരമായ കാര്യങ്ങളും മറ്റൊന്ന് കർമ്മപരമായ കാര്യങ്ങളും. ഈ കർമ്മപരമായ കാര്യങ്ങൾ തന്നെ 4 പാർട്ടുകളാക്കി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ക്രിമിനൽ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇസ്ലാമികപരമായ നിയമങ്ങൾ. ഇത്തരം നിയമങ്ങൾക്ക് ഇതുപോലെയുള്ള യമൻ പോലെയുള്ള ഒരു നാട്ടിൽ വലിയ മുൻതൂക്കം കൊടുക്കുന്ന ഒരു നാടാണ്. അപ്പോൾ ഈ നിയമത്തിൽ, ഈ ഇസ്ലാമികപരമായ ക്രിമിനൽ നിയമത്തിൽപ്പെട്ട ഒരു സാധ്യത അവിടെ പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാം. എന്താണ്? ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത്, ആ കുറ്റകൃത്യം ചെയ്ത് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബങ്ങൾ അവർക്ക് സമ്മതമാണെങ്കിൽ അവർ ഒരു സംഖ്യ അവരാദ്യം തന്നെ പറയും. അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രതിയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ തരണം. ആ രൂപ തന്നാൽ നിങ്ങൾക്ക് വധശിക്ഷയിൽ നിന്ന് ഞങ്ങൾ മാപ്പ് നൽകിയിരിക്കുന്നു, ഈ ചെയ്ത കുറ്റത്തിന് ഞങ്ങൾ മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് അവരുടെ ഭാഗത്തു നിന്നൊരു മാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വധശിക്ഷയിൽ നിന്ന് തീർച്ചയായിട്ടും ആ പ്രതി രക്ഷപ്പെടും. ഒരു പക്ഷേ പിന്നീട് കോടതി നിശ്ചയിക്കുന്ന മറ്റു തടവോ അല്ലെങ്കിൽ ജയിൽവാസമോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വേറെന്തെങ്കിലുമൊക്കെ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. വധശിക്ഷയിൽ നിന്ന് ഒഴിവാകും. അതിനെന്ത് വേണം? ഒന്നുകിൽ ഇവർ ആവശ്യപ്പെടുന്ന ഒരു തുക, അത് നമ്മുടെ നാട്ടിൽ
ഇതിനു മുമ്പ് സ്വരൂപിച്ച് വെച്ചിട്ടുള്ള സൗദിയിൽ കഴിയുന്ന ഒരു അബ്ദുറഹീം എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ സ്വരൂപിച്ച് വെച്ചിട്ടുള്ള ആ തുകയിൽ നിന്ന് കൊടുക്കാൻ അവർ തയ്യാറാണ് എന്ന് അറിഞ്ഞ സമയത്താണ് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാർ ഈ യമനിലെ സൂഫി പണ്ഡിതനുമായിട്ട് സംസാരിക്കുകയും ഇങ്ങനെ ഒരു സാധ്യത, ഞങ്ങൾ അവർ ചോദിക്കുന്ന പണം നൽകാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഞങ്ങളൊരു പണം കൊടുക്കാൻ അത് അവർ സ്വീകരിക്കാൻ തയ്യാറാണ്, മാപ്പ് കൊടുക്കാൻ അവർ തയ്യാറാണ് എങ്കിൽ ഞങ്ങൾ റെഡിയാണ് എന്നാണ് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാർ ഈ യമൻ പണ്ഡിതനുമായിട്ട് സംസാരിക്കുകയും ഇത്തരം ഒരു ഒത്തുതീർപ്പിലേക്ക് അവർ എത്തുകയും ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും ആ സ്ത്രീ ചെയ്തത്, ഈ വാർത്തകൾ ശരിയാണെങ്കിൽ ആ സ്ത്രീ ചെയ്ത ക്രൂരമായ കൊലപാതകം ശരിയാണെന്നോ, അല്ലെങ്കിൽ ഇത്തരം ക്രിമിനലുകൾക്ക് സംരക്ഷണം കൊടുക്കണമെന്നോ, അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള കോടതി വിധിച്ചിട്ടുള്ള ശിക്ഷ അവർക്ക് കിട്ടരുത് എന്നോ, ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിച്ച് നാട്ടിലേക്ക് തന്നെ വരുത്തണമെന്നോ എന്നുള്ള അത്തരത്തിലുള്ള യാതൊരു തെറ്റായ സന്ദേശവും ഇതിലില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും ഇസ്ലാമിക നിയമത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഇത്തരം രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു സാധ്യത ഇവിടെ ഉണ്ട്. ആ സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്താൻ പറ്റുമെങ്കിൽ ആ സ്ത്രീക്ക് വധശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കും. പിന്നീട് കോടതി നിശ്ചയിക്കുന്ന ശിക്ഷ എന്താണോ അത് അവിടെ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. ഈ ഒരു സാധ്യത അവിടെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഉമർ ബിൻ ഹഫീലുമായിട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാർ സംസാരിക്കുകയും അവർ തയ്യാറാണെങ്കിൽ, ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബങ്ങൾ തീർത്തും മാപ്പ് കൊടുക്കാൻ, ഈ പണം കിട്ടിയാൽ അല്ലെ അവർ ചോദിക്കുന്ന പണം കൊടുക്കാൻ അവർ തയ്യാറാണ്, മാപ്പ് കൊടുക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അത്തരമൊരു നീക്കത്തിന് നമുക്ക് ഒന്ന് ശ്രമിച്ചുകൂടെ എന്നുള്ള ഒരു ശ്രമകരമാണ് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാർ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ എന്ത് ആവശ്യത്തിനായിരുന്നാലും തീർത്തും അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരിക്കലും ഇത്തരം ക്രിമിനലുകളെ നമ്മൾ വെച്ച് പൊറുപ്പിക്കുകയില്ല. ഇങ്ങനെ ഒരു സാധ്യതയുള്ളത് കൊണ്ട് മാത്രം അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്ന് മാത്രം. ഇതിനുവേണ്ടി ഈ ഒരു വധശിക്ഷയിൽ നിന്ന് മോചനം കിട്ടുന്നതിന് വേണ്ടി മുൻപും ഇതുപോലെ പല പ്രമുഖരായിട്ടുള്ള ഉമ്മൻചാണ്ടി പോലെയുള്ള പല പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക സേവന രംഗത്തുള്ള പലരും ശ്രമിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാർ ഇതിനു വേണ്ടി പരിശ്രമിച്ചു എന്നത് മാത്രമാണ്. അല്ലാതെ ഇതിൽ നിന്ന് കുറ്റവാളികളെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ കുറ്റം ചെയ്തവരെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം എന്നുള്ള തെറ്റായ സന്ദേശമൊന്നും സമൂഹത്തിന് നൽകുന്നില്ല.